ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് പ്രോഡക്റ്റ്സ്, അതായത് നമ്മുടെ കാറിൽ യൂസ് ചെയ്യാൻ പറ്റിയ ആക്സറീസ് പ്രോഡക്റ്റ്സിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രണ്ട് പ്രോഡക്റ്റ്സ് എന്താണല്ലേ, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് പെഡൽ ഫിറ്റ് ചെയ്യുന്ന ഒരു പാഡാണ്. അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഏകദേശം 545 രൂപയാണ് നമ്മുടെ ഒരു ആമസോണിലുള്ള പ്രൈസെങ്കിലും ഇത് ഏകദേശം 1000 സംതിങ് രൂപയുടെ പ്രൈസാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 545 രൂപയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിരിക്കാം. അതുപോലെ തന്നെ ഒരു സാമുറായുടെ നമ്മുടെ ബമ്പർ ലിപ്പാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. രണ്ട് പ്രോഡക്റ്റിന് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രേക്ക് പാഡിലും അതുപോലെ ക്ലച്ച് പാഡിലും നമ്മുടെ ആക്സിലേറ്റർ പെഡലിലും ഫിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു പാഡെന്ന് പറയുന്നത്. ഈ ഒരു പാഡ് നമുക്ക് ഈസി ആയിട്ട് ഏത് വാഹനത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്കും ആയിരിക്കും ഈ ഒരു പാഡ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് 545 നമ്മുടെ ആമസോണിൽ വരുന്ന പ്രൈസ്. അടുത്ത രണ്ടാമതൊരു പ്രോഡക്റ്റാണ് നമ്മുടെ സാമുറായുടെ ബമ്പർ ലിപ്പ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ബമ്പർ ലിപ്പ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 454 രൂപയാണ് ഇതിൻ്റെ പ്രൈസായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ബമ്പർ ലിപ്പായിട്ട് താഴെയായിട്ട് ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അതിനായിട്ടുള്ള എല്ലാ സ്ക്രൂവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ബോക്സിലുണ്ട്. ഒരു സാമുറയുടെ ഒരു അടിപൊളി സ്റ്റിക്കറും ഉണ്ട്, നമ്മുടെ ഒരു എഡ്ജിലായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റിക്കറും ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു ബമ്പർ ലിപ്പാണ്, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ബമ്പർ ലിപ്പാണിത്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റ്സ് നമ്മുടെ ഒരു കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം ഈ ഒരു ബ്രേക്ക് പെഡലിൻ്റെ ഈ ഒരു പാഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ നൈഫിട്ട് പതുക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ഇത് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇതിലൊരു ബ്രേക്ക് പെഡലിൻ്റെ ഈ ഒരു പാഡും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാമ്പും സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഒരു 3 പാഡെന്ന് പറയുന്നത്. ഒരു ബ്രേക്ക് പാഡലിൽ വെക്കാനുള്ള ഒരു പാഡും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ പാഡും ഒരു ആക്സിലേറ്ററിൻ്റെ പാഡും അതുപോലെ തന്നെ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിലുള്ളത്. എല്ലാ സ്ക്രൂവും ഇതിൽ തന്നെ ഉണ്ട്. നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല, എല്ലാം ഇത് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു കാറിലൊന്ന് എങ്ങനെയൊന്ന് ഫിറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സോ നമുക്ക് ഈ ഒരു പാഡ് നമ്മുടെ ക്ലച്ച് പാഡിലും അതുപോലെ തന്നെ ബ്രേക്ക് പാഡിലും നമ്മുടെ ഈ ഒരു ആക്സിലേറ്റർ പെഡലിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു 3 പാഡാണ്. അത്യാവശ്യം നല്ലൊരു ലുക്കിലുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാമ്പും കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പാഡിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോളിലായിട്ട് ഓരോ സ്ക്രൂവും ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു ക്ലാമ്പ് നമ്മുടെ ഈ ഒരു പാഡിൻ്റെ അടിയിലായിട്ട് വെച്ച് ഈ ഒരു ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്താൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ ഈ പാഡും അതുപോലെ ഈ ഒരു സ്ക്രൂവും ഫിറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ പാഡിൻ്റെ അവിടെ വെച്ചിട്ട് ഈ ഒരു ക്ലാമ്പ് ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല ഗ്രിപ്പിൽ ഇത് ഇരിക്കും, ലൂസ് ആവത്തില്ല, നല്ല ടൈറ്റ് ആയിട്ടിരിക്കും.
നമ്മുടെ ഈ ബ്രേക്ക് പെഡലിൻ്റെ പാഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഫിറ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഒരു ബമ്പർ ലിപ്പ്. അത് നമുക്ക് അടുത്ത് ഫിറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഒരു ബമ്പർ ലിപ്പ് വരുന്നുണ്ട് സാമുറായിയുടെ. ഇതാണ് ബമ്പർ ലിപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്, ഒരു പാക്കറ്റ് വരുന്നുണ്ട്, അഡീഷൻ പ്രൊമോട്ടർ എന്നൊരു പാക്കറ്റ് വരുന്നുണ്ട്. ഈ പാക്കറ്റ് നമ്മൾ ഈ ഒരു ബമ്പറിൻ്റെ ഈ ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് പൊട്ടിച്ച് ഈ ഒരു പേപ്പർ വെച്ച് ഇത് നല്ല വൈപ്പ് ചെയ്യണം. എന്തെങ്കിലും ഗ്രീസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു ഭാഗം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കടുത്ത് ഈ ഒരു ബമ്പർ ലിപ്പ് നമുക്ക് ഈ ഒരു ബമ്പറിൽ ഫിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ബമ്പർ ലിപ്പാണിത്. ഈ ഏരിയയിലായിട്ടാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിക്കേണ്ടതുണ്ട്. അത് നമുക്ക് എങ്ങനെ നോക്കാം. സോ നമ്മുടെ ഈ ഒരു കാറിൽ ഈ ഒരു ബമ്പർ ലിപ്പും അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് പെഡലിൻ്റെ പാഡും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കാറിൽ ഇതുപോലെ ഈ ഒരു ബമ്പർ ലിപ്പും അതുപോലെ തന്നെ ബ്രേക്ക് പെഡലിൻ്റെ പാഡും ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായവും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുകൂടെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ജസ്റ്റ് ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി സൈനിങ് ഓഫ്.